തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ലീഡർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ലീഡർ അനുസ്മരണവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. ലീഡർ സാംസ്കാരിക വേദി കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും ക്രിസ്മസ് സ്നേഹ സമ്മാന വിതരണവും നടന്നു. പ്രസിഡന്റ് AS ജോൺ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലീഡർ ശ്രീ കെ കരുണാകരന്റെ ചരമ വാർഷിക ദിനം നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപാട് വ്യക്തികളും സംഘടനകളും കോൺഗ്രസ് പാർട്ടിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടത്തുകയാണ്. ലീഡർ സാംസ്കാരിക വേദി ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ലീഡറിന്റെ ചരമവാർഷികത്തിൽ അനുസ്മരണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ലീഡർ സാംസ്കാരിക വേദി രൂപം കൊണ്ടിട്ട് 10 വർഷം പിന്നിടുമ്പോൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ വർഷവും ക്രിസ്മസ് ദിനത്തിന് അനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകർക്ക് ഒരു കേക്ക് ക്രിസ്മസിന്റെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനും കൂടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ വർഷത്തെ നമ്മുടെ പരിപാടി. 67 ഡിവിഷൻ കൗൺസിലർ ജോസഫ് സുമിത് ഉദ്ഘാടനം ചെയ്തു. ലീഡറുടെ അനുസ്മരണ ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ കൗൺസിലർ ആയതിനു ശേഷം നമ്മുടെ പാർട്ടിയോടനുബന്ധമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആദ്യമാണ്. അത് ലീഡറുടെ പേരിലുള്ള പരിപാടി ആയതുകൊണ്ടും എൻ്റെ സഹപ്രവർത്തകർ ലീഡറുടെ പേരിൽ ഒതുക്കിയ ഈ പരിപാടി ആയതുകൊണ്ടും ഇതെന്റെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ നമ്മുടെ വിൻസെന്റ് അച്ഛ പറയുകയുണ്ടായി, ലീഡറെ പോലെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സ്വപ്നമാണ്. ലീഡറെ പോലെ പ്രവർത്തിക്കുക, ഉമ്മൻചാണ്ടിയെ പോലെ പ്രവർത്തിക്കുക, AK ആന്റണിയെ പോലെ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങേ താഴേക്കിടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്താൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലെ പദവിയിലെത്തുക എന്നല്ല, നമുക്ക് കിട്ടിയ പദവി കൊണ്ട്, കിട്ടിയ സ്ഥാനത്തിരുന്നു കൊണ്ട് അവരുടെ ഒരു ഫോട്ടോ കോപ്പിയായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അവരെ പോലെ ആകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്നാലും ആകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ് ഞാൻ നൽകേണ്ടത്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം പാർട്ടി പ്രവർത്തകരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഡിവിഷന്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം കൊണ്ട് ആർജിച്ച പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നും ആർജിച്ച കരുത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, KR ചന്ദ്രൻ, പോൾ PJ, എഡ്വിൻ ഫെർണാണ്ടസ്, വിൻസെന്റ് ഫെർണാണ്ടസ്, ജെയ്സൺ VA, തങ്കമ്മ ലൂയിസ്, ഷെയ്നി ജെയ്സൺ, ജോസ് ജോനാസ് KJ, CN തങ്കപ്പൻ, ആന്റിറ്റസ് ബിബിൻ, സെബാസ്റ്റ്യൻ പൂപ്പന, അബ്സത്ത് CA, ജോർജ് ജെയ്സൺ, CN ഹർഷൻ, KX ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ കെ കരുണാകരൻ അദ്ദേഹം നമ്മോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ രംഗത്ത് തന്നെ ആ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ രംഗത്തെ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് നിയന്ത്രിച്ചിരുന്ന ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തെ മറക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് പ്രസ്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞാൽ അത്തരം ആ വിഷയത്തിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. പിന്നെ സുമീത്തിനെ ഞാൻ പലപ്പോഴും സുമീത്തിൻ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസിലേക്ക് കടന്നു വന്ന കാലഘട്ടത്തിൽ സുമീത്തിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സുമീത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുമീത്ത് തന്നെ അറിയാതെ ഞങ്ങൾ പലപ്പോഴും സുമീത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലീഡർ കെ കരുണാകരന്റെ പേരിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ലീഡർ എന്നുള്ളൊരു ടേം, ആ ഒരു പദവി കോൺഗ്രസിൽ മറ്റാർക്കും കിട്ടിയിട്ടില്ലെന്നാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി ആർക്കും കിട്ടാനും പോകുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും കാണുവാനും ഇതിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പരിപാടിയും കൂടി നടക്കുന്നത് നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വൻ വിജയം കാഴ്ചവെച്ച് ജയിച്ചു വന്ന നമ്മുടെ കൗൺസിലർ മിസ്റ്റർ സുമീത് ജോസഫ് പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കാണാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ അദ്ദേഹം വളരെ ബിസിയായി കഴിഞ്ഞു. ഏതായാലും ഇനി കൂടുതൽ ബിസിയാകട്ടെ. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ആംഗ്ലോ സമുദായത്തിന് വേണ്ട പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. അതിന് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സഹകരണം ഉണ്ടാവുന്നു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.